നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നിശബ്ദനായ അവയവങ്ങളിലൊന്നാണ് കരൾ. പലപ്പോഴും കരളിൽ അമിതമായി കൊഴുപ്പടിയുന്ന ഫാറ്റി ലിവർ പോലുള്ള രോഗാവസ്ഥകൾ ബാധിക്കുമ്പോൾ ശരീരം തുടക്കത്തിൽ യാതൊരുവിധ വേദനയോ അസ്വസ്ഥതകളോ പുറത്തു കാണിക്കാറില്ല. എന്നാൽ ഈ രോഗത്തിന്റെ ആദ്യകാല സൂചനകൾ പലപ്പോഴും നമ്മുടെ കണ്ണുകളിലൂടെയാണ് പുറത്തു വരുന്നത് എന്നത് നമ്മളിൽ ഭൂരിഭാഗം പേരും തിരിച്ചറിയാതെ പോകുന്ന ഒരു വലിയ ആരോഗ്യ പിഴവാണ്. കണ്ണുകളിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ വെറും ഉറക്കക്കുറവോ ക്ഷീണമോ ആയി തള്ളിക്കളയുമ്പോൾ നമ്മൾ അവഗണിക്കുന്നത് കരൾ തരുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. ശാസ്ത്രീയമായി പരിശോധിച്ചാൽ കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുമ്പോൾ ശരീരത്തിലെ മെറ്റബോളിക് പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തകിടം മറിയുന്നു. ഇതിന്റെ ഫലമായി രക്തത്തിൽ ബിലിറൂബിന്റെ അളവ് അമിതമായി വർദ്ധിക്കുകയും ഇത് കണ്ണുകളുടെ വെളുത്ത ഭാഗത്ത് മഞ്ഞ നിറം പടരുന്നതിന് കാരണമാവുകയും ചെയ്യും. കൂടാതെ കരളിന്റെ ആരോഗ്യം മോശമാകുമ്പോൾ കണ്ണുകളിലെ ഈർപ്പം കുറഞ്ഞ് കടുത്ത വരൾച്ച അനുഭവപ്പെടാം. മെറ്റബോളിക് തകരാറുകൾ കാരണം കണ്ണുകൾക്ക് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ നീർവീക്കം ഉണ്ടാകാനും വിശ്രമിച്ചതിന് ശേഷവും മാറാത്ത കടുത്ത തളർച്ചയും കണ്ണുകൾക്ക് ചുറ്റും കറുത്ത വലയങ്ങൾ പ്രത്യക്ഷപ്പെടുവാനും ഇത് കാരണമാകും. പ്രമേഹവും മെറ്റബോളിക് സിൻഡ്രോമും ഉള്ളവരിൽ ഇത് കാഴ്ച മങ്ങുന്നതിലേക്ക് വരെ നയിക്കാറുണ്ട്. ഈ ലക്ഷണങ്ങളെ തുടക്കത്തിലെ അവഗണിച്ചാൽ കരളിൽ കടുത്ത നീർവീക്കം ഉണ്ടാക്കുകയും അത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അല്ലെങ്കിൽ നാഷ് എന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. കാലക്രമേണ ഇത് കരൾ കോശങ്ങളെ പൂർണ്ണമായി നശിപ്പിച്ച് ലിവർ സിറോസിൽ നിന്ന് ഭേദമാക്കാൻ കഴിയാത്ത ഘട്ടത്തിലേക്ക് ശരീരത്തെ എത്തിക്കും. നമ്മുടെ ദൈനംദിന ഊർജ്ജത്തെയും ആയുസ്സിനെ തന്നെയും ബാധിക്കുന്ന ഈ അവസ്ഥ വരാതിരിക്കാൻ ജീവിതശൈലിയിൽ അടിയന്തര മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇതിനുള്ള പരിഹാരം തികച്ചും ലളിതവും ചെലവില്ലാത്തതുമായ ചില പ്രകൃതിദത്ത ശീലങ്ങളിലൂടെയാണ് തുടങ്ങേണ്ടത്. അമിത വണ്ണവും ഉദാസീനമായ ജീവിതശൈലിയും മാറ്റിവെച്ച് ദിവസവും കൃത്യമായ ശാരീരിക വ്യായാമം ശീലമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന അമിതമായ കൊഴുപ്പും മധുരവും കാർബോഹൈഡ്രേറ്റുകളും കർശനമായി നിയന്ത്രിക്കണം. കൂടുതൽ പച്ചക്കറികളും നാരുകളും അടങ്ങിയ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തുന്നതിലൂടെയും കൃത്യമായി വെള്ളം കുടിക്കുന്നതിലൂടെയും കുടലിലെ നല്ല ബാക്ടീരിയകളുടെ ആരോഗ്യം നിലനിർത്താനും കരളിനെ സംരക്ഷിക്കാനും സാധിക്കും. ഈ വിവരങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി നമ്മുടെ ആരോഗ്യശീലങ്ങൾ ഇന്നു മുതൽ മാറ്റിയെടുക്കാൻ നാം എല്ലാവരും തയ്യാറാകണം. ഈ സുപ്രധാന സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് പങ്കുവച്ച് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുക.